സംശയം വേണ്ട. അപ്പം അതുകൊണ്ട് വിത്ത് സ്പിരിച്വാലിറ്റി, ആത്മീയതയോടുകൂടെയുള്ള ഹൈ എഡ്യൂക്കേഷൻ നമുക്ക് സ്വപ്നം കാണാം. അള്ളാഹു നമുക്ക് അതിനൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ 18 വയസ്സ് വരെ 21 വയസ്സ് വരെ നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കുകയാണ്. ആണോ? അല്ലേ? മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ജീവിക്കണത്? മക്കൾക്ക് വേണ്ടി ജീവിക്കണ ആൾക്കാരെന്ന് എഴുന്നേറ്റുന്നേ. മക്കളാരും ഇവിടെ കാണുന്നില്ല കേട്ടോ, നിങ്ങൾ വേണമെങ്കിൽ നിന്നാൽ മതി. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരെന്ന് എഴുന്നേറ്റുന്നേ. എൻ്റെ ക്ലാസ് നന്നായി സക്സസ് ആയി തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരെന്ന് എഴുന്നേറ്റുന്നേ. സ്വന്തത്തിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാർ. അപ്പോൾ കൂടുതൽ ആളുകളും ആർക്കോ വേണ്ടിയിട്ടാണ് ജീവിക്കണത്. മക്കൾക്ക് വേണ്ടിയിട്ടുമല്ല, സ്വന്തത്തിന് വേണ്ടിയിട്ടുമല്ല. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ജീവിക്കണത്? കാരണം മറുപടി പറയാൻ പ്രയാസമുള്ള ഒരു കാലത്തായി പോയി. അതുകൊണ്ടാണ് മറുപടി കിട്ടാത്തത്. നിങ്ങളെ പ്രശ്നമല്ല. മറുപടി പറയാൻ പറ്റാത്ത കാലം. മക്കൾക്ക് വേണ്ടിയിട്ടാണോ? ആണ്. നമുക്ക് വേണ്ടിയിട്ടാണോ? ആണ്. അല്ല. എന്തോ ഒരു പോക്ക് ഇങ്ങനെ പോവുക അല്ലേ? അങ്ങനെ പോയാൽ പോരാ. ഒരു ദിവസമാണെങ്കിലും എൻജോയ് ചെയ്ത് ജീവിക്കണം, സന്തോഷത്തിൽ ജീവിക്കണം. കുറേ കാലം ജീവിക്കുക എന്നുള്ളതല്ല. അതിനൊന്നും ഇപ്പോൾ കഴിയില്ല. കഴിയോ? 80 വയസ്സായ ആളെന്താ ചിന്തിക്കുന്നത്? ഇനി 80 വയസ്സ് വരെ ജീവിക്കണമെന്നോ? നടക്കുവോ? ഇവിടെ ഇപ്പം 50-55 ആകുമ്പത്തിന് അടിച്ചു പോവുക. 50-ന് മേലെ കിട്ടിയവരൊക്കെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോളെ. അള്ളാഹു നമുക്ക് ആഫിയത്തും ആരോഗ്യം ഏറ്റി തരട്ടെ. ആമീൻ പറഞ്ഞോളിട്ടോ. ഏറ്റി തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, വല്ലിപ്പമാരെ, വല്ലിമ്മമാരെ എല്ലാവരും ഉള്ളൊരു സദസ്സായ കൊണ്ട് ഞാൻ പറയാണ്, നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കണം. സ്നേഹം. മക്കളോട് സ്നേഹമില്ലേ? ഇല്ലേ? ഭാര്യയോട് സ്നേഹമില്ലേ? ഇല്ലേ? ഭർത്താവിനോട് സ്നേഹമില്ലേ? ഒന്നും ഇവിടെ മുണ്ടണില്ലല്ലോ പടച്ചോനെ. അഷറഫിസ്താദേ, ഇവരൊന്നും പറയണില്ല. സ്നേഹമില്ലേ? നിങ്ങളുടെ ഭർത്താക്കന്മാരോട് സ്നേഹമില്ലേ എന്നാ ചോദിച്ചേ. അഭിനെന്താ പറയാൻ മടി? സ്നേഹം കൊട്ടക്കണക്കിനുണ്ട്, പക്ഷേ അത് പ്രകടിപ്പിക്കുന്നില്ല എന്നതാണ് പ്രശ്നം. ഈ കൊട്ടക്കണക്കിന് സ്നേഹമായിട്ടാണ് ഓരോ ഖബറിലേക്കും ആളുകൾ എത്തിച്ചേരുന്നത്. ഓരോ ഖബറാളിക്കും കൊട്ടക്കണക്കിന് സ്നേഹം അഴിച്ചു വെക്കാത്തതിൻ്റെ വിഷമുണ്ട്. അന്ന് പറയാൻ കരുതിയത് പറയാറുന്നില്ലേ? അന്ന് കൊടുക്കേണ്ട കമൻ്റ് അന്ന് കൊടുക്കണ്ടേ? ഇത് കൊടുക്കാതെ, സമാധാനിപ്പിക്കാതെ, സ്നേഹം പ്രകടിപ്പിക്കാതെയാണ് പലരും ഇവിടെ നിന്ന് മണ്ണിലേക്ക് മടങ്ങുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഞാൻ പറയുന്നു, നമ്മുടെ ഈ പുതിയ വീട്ടിൽ, തറവാട്ടിലെ ഒരാൾ പോലും ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, തെറ്റി നിൽക്കാൻ പാടില്ല. ചെറിയ ചെറിയ കേസുകൾ, അതിന് പിന്നെ അന്ന് നിക്കാഹിന് വിളിച്ചില്ല, നിശ്ചയം പറഞ്ഞില്ല, എന്നോടൊരു അഭിപ്രായം ചോദിച്ചില്ല, ചീള് കേസുകൾ. ആരും ബേജാറാവണ്ട, എല്ലാവരും മരിച്ചു പോകാനുള്ള. അപ്പം ഈ പ്രശ്നങ്ങളും ഈ കുശുമ്പും കുന്നായ്മയും ഈ പ്രശ്നങ്ങളും അസൂയയും അഹങ്കാരവും ദുരഭിമാനവും ഒക്കെ വെച്ചുകൊണ്ട് എന്തിനാ മനുഷ്യ നീ അസ്രായീലിൻ്റെ വിളിക്ക് ഉത്തരം നൽകി അസ്രായീലിൻ്റെ പിടിയിൽ അമർന്നുകൊണ്ട് നീ പോകുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് പോകണം, വളരെ ഫ്രീ ആയിട്ട് പോകണം. ഞാൻ പറയുന്നു, നിസ്കരിക്കണം, നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യണം, സക്കാത്ത് കൊടുക്കണം, എല്ലാം ചെയ്യണം. നല്ല AC ഹാളിലാണ് പരിപാടി വെക്കേണ്ടത് കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത പരിപാടി AC ഹാളിൽ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ചുരുക്കത്തിൽ സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാരോട് ഐ ലവ് യു പറയണം. എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരോട് ഐ ലവ് യു പറയണം. വാപ്പയും ഉമ്മയും മക്കളോട് ഐ ലവ് യു എന്ന് തന്നെ പറയണം. ഞാൻ ഈ ഉസ്താദ്മാർക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഐ ലവ് യു എന്ന് പറയുമ്പോൾ അതൊരു പ്രശ്നമല്ലേ, മോശമല്ലേ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ പോരേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് മലയാളത്തിൽ പറയുന്നതും
ഐ ലവ് യു എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് തമ്മിൽ വ്യത്യാസം ഉണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ആടാ കുട്ടികളാണ് പറഞ്ഞത് ഉണ്ട്, നിങ്ങളെ ചെറിയ മക്കളാണ് പറഞ്ഞത്. അപ്പൊ അതിനൊരു അട്രാക്ഷൻ ഉണ്ട്, ഒരു മാസ്മരികതയുണ്ട്. ഉണ്ട്. നിങ്ങളിൽ നിന്ന് ഐ ലവ് യു എന്ന ആ മാസ്മരികമായ പദം കേൾക്കാൻ അവസരം കിട്ടാതിരുന്നാൽ ആ ഒരു ദാഹം കുട്ടികളുടെ മനസ്സിലുണ്ടാകും. കൗമാര മനഃശാസ്ത്രം, അഡോളസൻ സൈക്കോളജിയിൽ പറയുന്നുണ്ട്, കൗമാരകാലം എത്തുമ്പോൾ കുട്ടികളുടെ ശാരീരികമായ അവസ്ഥയിലൊക്കെ മാറ്റം വരൂലേ? ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വ്യത്യാസങ്ങൾ വരും. ഈ വ്യത്യാസം മാത്രമേ രക്ഷിതാക്കൾ കാണുന്നുള്ളൂ. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുട്ടികളുടെ ശാരീരികമായ മാറ്റങ്ങൾക്കൊപ്പം അവരുടെ മാനസിക അവസ്ഥയിലും മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ എൻ്റെ അടുത്തേക്ക് വന്നൊരു കൗൺസിൽ കേസ് പറയാം. ഒരു ഉപ്പയും ഉമ്മയും 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയാണ്. മൂത്ത 2 ആൺകുട്ടികളാ, താഴെ ഒരു പെൺകുട്ടിയാ. മൂത്തവൻ ഡിഗ്രിക്ക് പഠിക്കുന്നു, രണ്ടാമത്തവൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മൂന്നാമത്തെ കുട്ടി 5ലോ 6ലോ പഠിക്കുന്നു. വന്നു. അയാൾ 25 വർഷം സൗദിയിൽ ഒരു പ്രവാസിയായിട്ട് ജീവിച്ച മനുഷ്യനാ. അയാളുടെ ജീവിതത്തിൻ്റെ പ്രബലമായ ഭാഗവും ഗൾഫിൽ ആ മണരാരണ്യത്തിൽ അദ്ദേഹം ബലി കഴിച്ചു. ഇപ്പോൾ ക്ഷീണിതനാണ് അദ്ദേഹം, അസുഖങ്ങൾ കുറേയുണ്ട്. എല്ലാ ആരോഗ്യവും നല്ല കാലവും കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, വീട് പണിയാൻ വേണ്ടി, പെങ്ങന്മാരെ വിവാഹം അയക്കാൻ വേണ്ടി, ഉപ്പാൻ്റെ കടം വീട്ടാൻ വേണ്ടി ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട ആയുസ് മുഴുവനും ഗൾഫിൽ ചെലവാക്കി. നാട്ടിലേക്ക് വന്നു. നാട്ടിൽ സെറ്റായപ്പോഴാണ് അയാൾക്ക് ബോധ്യപ്പെട്ടത്, എൻ്റെ വീട്, എൻ്റെ വീട്ടുകാർ ഞാൻ മനസ്സിലാക്കിയതുപോലെയല്ല. 1 വർഷം കൂടുമ്പോൾ 2 വർഷം കൂടുമ്പോൾ വന്നു പോകുമ്പോൾ എന്തോ ഒരു സ്വീകരണ, എന്തൊരു സൗഹൃദമാണ്, എന്തൊരു സന്തോഷമാണ്. സ്ഥിരമായി നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് പല പ്രശ്നങ്ങളും അയാൾ അറിയാൻ തുടങ്ങിയത്. അയാൾക്ക് മാനസികമായി ഒരുപാട് പ്രയാസം വന്നു തുടങ്ങി. എത്രത്തോളം എന്ന് വെച്ചാൽ അയാൾ പറയാണ്, എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും എൻ്റെ 3 മക്കൾ തമ്മിൽ പോലും നല്ല ബന്ധങ്ങളില്ല. ഒരു ഹൃദ്യമായ ഒരു ഊഷ്മളമായ ബന്ധമില്ല. ഞാനാകെ തകർന്നു പോകുകയാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അയാൾ പറഞ്ഞ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ആ ഉമ്മാക്ക് കുറേ കാര്യങ്ങൾ പറയാണ്ടായിരുന്നു. ആ ഉമ്മ പറഞ്ഞ എന്താ അറിയോ, അയാൾ വർഷത്തിൽ വരും, 2 കൊല്ലം കൂടുമ്പോൾ 2 മാസം ലീവ് എടുത്ത് വരും. വന്നാൽ അയാൾക്കില്ലാത്ത ചുറ്റുപാടുകളില്ല. പെങ്ങന്മാരെ കാര്യങ്ങൾ, നാത്തൂമാരെ കാര്യങ്ങൾ, തറവാട്ടിൻ്റെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും, നാട്ടിലത്തെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ എല്ലാം നോക്കിയിട്ട് എനിക്ക് ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ അയാൾക്ക് സാധിച്ചിട്ടില്ല. എൻ്റെ പല ആഗ്രഹങ്ങളും നടത്തിത്തരാൻ അയാൾക്ക് കഴിയാതെ പോയി. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ അയാളോടുള്ള താല്പര്യവും കുറഞ്ഞു വന്നിട്ടുണ്ട്. സത്യമാണ്. ഞാൻ ആ വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. 2ാമത്തെ മകൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ മകൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. അവൻ എൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ഞാൻ കൗൺസിലറാണ്, അവൻ ക്ലയൻ്റാണ്. കൗൺസിലറും ക്ലയൻറ്റും തമ്മിൽ ഒരു റാപ്പോ ക്രിയേഷൻ നടക്കണം, ഒരു ബന്ധം ഉണ്ടാക്കണം. ഞാൻ 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ അത് ഓക്കെ ആക്കി, നല്ല ഫ്രണ്ട്ഷിപ്പായി. ഞാൻ അവനോട് ചോദിച്ചു, നീ നന്നായി വരക്കണ ആളാൻ തോന്നുന്നുണ്ടല്ലോ, ചിത്രം വരക്കണ ആളാൻ തോന്നുന്നുണ്ടല്ലോ. ആ ഓക്കെ, അറിയാം. അങ്ങനെ നല്ല ബന്ധമായി. ഞാൻ എന്നിട്ട് അവനോട് ചോദിച്ചു, കുറഞ്ഞ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, അല്ലടാ മോനെ, നിൻ്റെ ഉപ്പ എന്നോടൊരു കംപ്ലൈൻറ്റ് പറഞ്ഞല്ലോ. എന്താ കംപ്ലൈൻറ്റ്? നീയും നിൻ്റെ ഉമ്മയും തമ്മിൽ തെറ്റാണ്. 1.5 മാസമായി പരസ്പരം മുണ്ടിയിട്ട് വർത്തമാനം പറഞ്ഞിട്ട് എന്ന് നിൻ്റെ ഉപ്പ എന്നോട് കംപ്ലൈൻറ്റ് പറഞ്ഞല്ലോ. അത് ശരിയാണോ മോനെ എന്ന് ചോദിച്ചപ്പോൾ ആ 9ാം ക്ലാസ്സുകാരൻ എന്നോട് പറഞ്ഞു, ശരിയാണ്. ഞാൻ ചോദിച്ചു, എന്താ കാരണം? അപ്പോൾ ആ കുട്ടി 9ാം ക്ലാസ്സുകാരൻ എന്നോട് ചോദിച്ചത്, സാറേ ഞാനൊരു വ്യക്തിയല്ലേ എന്നിട്ട് ചോദ്യമാണ്. ഞാനൊരു വ്യക്തിയല്ലേ സാറേ? നീ ഒരു വ്യക്തിയാണ്, എനിക്കൊരു വ്യക്തിത്വമില്ലേ? നിനക്കൊരു വ്യക്തിത്വമുണ്ട്. അവൻ പറയാണ്, അത് തന്നെയാണ് എൻ്റെ പ്രശ്നം. ഞാൻ പറഞ്ഞു, മോനെ നീ ഒരു വ്യക്തി എന്നതും
നിനക്കൊരു വ്യക്തിത്വമുണ്ട് എന്നതും പ്രശ്നമല്ല. അവൻ പറഞ്ഞു അത് തന്നെയാണ് പ്രശ്നം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോനെ നീ എന്താ വിഷയം നേരിട്ട് പറ. ആ കുട്ടി എന്നോട് പറഞ്ഞെന്താ അറിയോ, എൻ്റെ ഉമ്മമാരൊക്കെ കേട്ടാളിട്ടോ, എല്ലാ ഉമ്മമാരും ഇവിടെ ഇല്ലേ? അവിടെ ആരാ വർത്താനം പറയണത്? ആരാ വർത്താനം പറയണ അവിടെ? ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളിയും. കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു. ആ ചെക്ക എന്നോട് പറഞ്ഞെന്താണെന്നറിയോ, ഞാൻ എൻ്റെ ഉമ്മയോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഉമ്മ കേൾക്കണില്ലേ? പറഞ്ഞ് കേൾക്കണ്ട. ഞാൻ എൻ്റെ ഉമ്മയോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആൾക്കാരുടെ ഇടയിലിട്ടിട്ട് കുഞ്ഞോനേന്ന് വിളിക്കല്ലേ. മനസ്സിലായ? ഞങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായ? അപ്പൊ ഈ ഓമന പേര് കുഞ്ഞോനെ, നാണി, കുട്ടിപ്പ, പിന്നെന്തൊക്കെ അവിടെ വിളിക്കല്? കുഞ്ഞാപ്പു, പൊന്നൂസ്, പൊന്നുമണി, മുത്തുമണി, ഇതൊക്കെ നിങ്ങൾ മനോഹരമായ വാക്കുകളാണ്. അവനെ സ്നേഹിച്ചുകൊണ്ട് വിളിക്കുന്ന വിളിയാണ്. അത് നിങ്ങൾ വിളിച്ചോളൂ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് വിളിച്ചോളൂ. ചില കുട്ടികൾക്ക് അത് പബ്ലിക്കിൽ വിളിക്കുന്നത് ഇഷ്ടമല്ല. ചില കുട്ടികൾ നമ്മൾ കൈ പിടിച്ച് പബ്ലിക്കിൽ നടക്കുന്നത് ഇഷ്ടമല്ല. എന്തേ കാരണം? എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ ഫിസിക്കൽ ചേഞ്ചിങ്ങിനൊപ്പം മെൻ്റൽ ചേഞ്ചിങ് കൂടെ നടക്കുന്നുണ്ട് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. അപ്പം എനിക്ക് ഒരു കൗമാരപ്രായത്തിലേക്ക് എത്തുമ്പോൾ എൻ്റെ ധാരണ എന്താണ്? ഞാൻ ഇപ്പോൾ ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട്, ഞാനൊരു വ്യക്തിത്വത്തിനുടമയാണ്. എന്തുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ എന്നെ പരിഗണിക്കാത്തത്?